അമ്പടാ രാവിലെ തന്നെ എങ്ങോട്ടാ? അതെ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. പക്ഷെ ആദ്യം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനല്ലാതാകും. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ലുലു സെലിബ്രേറ്റിലോട്ടാണ്. രാവിലെ നമുക്ക് റിംഗ് എക്സ്ചേഞ്ചും കൂടെ ഉള്ളതുകൊണ്ട് രാവിലത്തെ ഔട്ട്ഫിറ്റ്സ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ ഒരു പാട്ട്. അങ്ങനെയല്ല, പാട്ടാണ് ഗൈസ്. ആ പാട്ട് നിങ്ങൾ കേക്ക് ഗൈസ്. പാട്ടല്ലേ, കേക്കാലോ. വെറുതെ ഉപദ്രവിച്ചല്ല ഗൈസ്, എനിക്ക് പാട്ട് ഇഷ്ടമായി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക. എന്താണെന്നറിയാൻ പാടില്ല. എന്തായാലും ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എൻ്റെ കെട്ടിയവനാവാൻ പോണവനായതുകൊണ്ട് പറയുന്നതല്ല. ഇതൊക്കെ മതി. എനിക്ക് വേറെ എന്തു വേണം? അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നിറച്ച് ഷോപ്പുകൾ. നമുക്ക് ഫുൾ കൺഫ്യൂസ്ഡായി. എങ്ങോട്ട് പോകണമെന്നില്ലാണ്ട് നമ്മൾ തേരാപ്പാര നടക്കുമായിരുന്നു. അവസാനം നമ്മൾ 3 ദിക്കിലോട്ട് നടക്കാൻ തീരുമാനിച്ചു. കുർത്ത ഷോപ്പ് തുടങ്ങാം, കാരണം ഇവിടെ ഒന്നും കുർത്ത കാണാനില്ല. അതെ ഗൈസ്, എങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് കുർത്ത കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവന് രാവിലെ മോർണിംഗ് സെഷൻ ഇടാനുള്ളതുകൊണ്ട് കുർത്തയായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. എവിടെ നോക്കിയിട്ടും കിട്ടിയില്ല. പിന്നെ പെമ്പിള്ളേരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയാൽ അവരുടെ കണ്ണ് എങ്ങോട്ടാ ഓടുക എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അവിടെ ലെഹങ്ക കണ്ടു. ഞാനും ലച്ചും കൂടെ പിന്നെ ആ ഭാഗത്തോട്ടായി നോട്ടം. നിധീനെ പതുക്കെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി. ഇത് നേരിട്ട് കാണാൻ നല്ല സാൻഡൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഒരു കല്യാണത്തിന് വരുന്നവരിടുന്ന പോലത്തെ ഉണ്ടല്ലേ. എനിക്ക് നമുക്ക് ഇത് കൊടുക്കാം. എന്ത് പറയുന്നു കിടിയേ? ഞാൻ വെക്കാം. അയ്യോ മൈ ഗോഡ്. ഓ, എന്തപ്പം ഞാൻ കണ്ടത്. ഈ ജെൻസി പിള്ളേരെ കൊണ്ടേ പറ്റൂ ഇത്ര നല്ല സെലക്ഷനുകളെ. ഓ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനമൊക്കെ കിട്ടാൻ തുടങ്ങിയിട്ട്. ഇതുപോലൊരു സംഭവമൊക്കെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിന് 1 lakh ഗൈസ്, 1 lakh. അങ്ങനെ അറ്റ് ലാസ്റ്റ് കിഡി റെഡി ആവാനായിട്ട് റെസ്റ്റ് റൂം ട്രയൽ റൂം വരെ പോയേക്കുമായിരുന്നു ഗൈസ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. Wedding shopping is on. Hello. Taxi is so very excited. എൻ്റെ വ്ളോഗിൻ്റെ ഇടയ്ക്കായിരുന്നു അവളുടെ ഒടുക്കത്തെ വ്ളോഗ്. ഇപ്പം എങ്ങനെ ഇരിക്കുകയാണ്? ഹമ്പട നമ്മുടെ കഥാനായകൻ വന്നു ഗൈസ്. മോഡൽ അവന് മോഡൽ എന്ന് പറയണൊക്കെയാണ് ഇഷ്ടം. എന്നാൽ പിന്നെ മോഡൽ ആയിക്കോട്ടെ. നമുക്കിപ്പോൾ എന്തൊരു. അങ്ങനെ നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കി, തിരിഞ്ഞും മറിഞ്ഞും നോക്കി. അപ്പോൾ ഇച്ചിരി ലൂസ് കണ്ടുപിടിച്ചു. നേരെ അവിടെ തന്നെ അവർ ഓൾട്ടർ ചെയ്യാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ അവർക്ക് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടന്നു. ഗൈസ്, ഒന്നും തോന്നരുത്, ഇപ്പം ഈ ഒരു വ്ളോഗിൽ 2 വ്ളോഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും. ഈ ഒരു ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ഈ പാട്ടാ സത്യമായിട്ട് ഓർമ്മ വന്നത്. റൊമാൻസ് വരുന്നടാ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോയത് നമ്മുടെ സ്വന്തം ബ്രോഡ്വേയിലോട്ടായിരുന്നു. ബ്രോഡ്വേയിൽ അവിടെ കുറേ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്, ID ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ നോക്കിയപ്പോണ്ടാ ഒരു മാവേലി അതിൽ കൂടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു. പിന്നെ ഞാൻ അവിടെ ഒരു ഷോൾ എടുക്കാൻ വേണ്ടി നമ്മൾ പരാഗിൽ പോയായിരുന്നു. നമ്മുടെ ഔട്ട്ഫിറ്റിന് ഒരു ഷോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഷോളോട് എടുക്കാൻ വേണ്ടി പോയതാണ്. ആ ഷോൾ വെച്ച് നമ്മുടെ ലച്ചപ്പൻ കിടീനെ കാണിക്കുന്നത് നിങ്ങൾ കാണണം ഗൈസ്, കാണണം. ഇവൻ ഇത്രയും സൈലൻ്റായിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അടിയും കൊടുത്ത് ഞാനിപ്പോൾ അവിടെ ഇരുന്ന് മോങ്ങുന്നുണ്ടായി കാണും. പക്ഷേ ഇത് ഭയങ്കര ഹാപ്പിയാണ് നാള്. എന്താണെന്നറിയാൻ പാടില്ല, ഇരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹസവും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ലുലുവിൽ പോയി. ലുലു ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് തിരിഞ്ഞ് നടന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കിടിയുടെ കൂടെ കിടിയുടെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. അവർ 2 പേരും കൂടെ നമ്മുടെ റെക്സ കുട്ടീനെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കി. അങ്ങനെ അവർ തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുട്ടി വ്ളോഗ്സുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണും വരെ വണക്കം.